ഹമാസിന്റെയും ഇസ്രയേലിന്റെയും സ്ത്രീ നിലപാടുകളിലേക്കുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഹമാസ് ഇന്ന് ശനിയാഴ്ച 4 വനിതാ സൈനികരെ സ്വതന്ത്രമാക്കുകയാണ്. അതിനു പകരം ഇസ്രയേൽ സ്വതന്ത്രമാക്കുന്നത് 200 സൈനികരെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കൈമാറ്റത്തിൽ ഇവർക്ക് പകരം തടവിലുള്ള 200 പലസ്തീൻ സൈനികരെ ഇസ്രയേൽ വിട്ടയക്കും എന്ന് പറയുമ്പോൾ ഹമാസും ഇസ്രയേലും എത്രമാത്രം വ്യത്യസ്തമായാണ് സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ത്രീക്ക് പകരം 200 പലസ്തീൻ സൈനികരെ ഇസ്രയേൽ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഇസ്രയേൽ നൽകുന്ന വില അത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വിട്ടയക്കുന്ന ഒരു വനിതാ സൈനികയ്ക്ക് പകരം 50 പലസ്തീൻ സൈനികരെ വിടും എന്നാണ് കരാർ. ആ നിലയ്ക്ക് 4 പേരെ ഹമാസ് സ്വതന്ത്രമാക്കുമ്പോൾ 200 പലസ്തീൻ തടവുകാർ ഫ്രീ ആകുന്നു. ഗാസ മുനമ്പിലെ വെടിനിർത്തലിന്റെ ഭാഗമായി ജനുവരി 25 ശനിയാഴ്ച 4 ബന്ദികളെ കൂടി വിട്ടയക്കാൻ തയ്യാറായിരിക്കുകയാണ് ഹമാസ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രയേലി സ്ത്രീകളെ ഹമാസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മോചിപ്പിച്ചിരുന്നു. ശനിയാഴ്ച മോചിപ്പിക്കാനിരിക്കുന്ന 4 ഇസ്രയേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് നേതാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേൽ സൈനികരായ 4 സ്ത്രീകളെയാണ് വിട്ടയക്കാൻ തയ്യാറായിരിക്കുന്നത്. IDF നിരീക്ഷണ സംഘത്തിലെ 4 പേരെ ശനിയാഴ്ച വിട്ടയക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം ഇസൽദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് ആണ് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചത്. കരീന അരിയേവ്, ഡാനിയല ഗിൽബോവ, നാമ ലെവി, ലിറി അൽബാഗ് എന്നീ വനിതാ സൈനികരെയാണ് ശനിയാഴ്ച ഹമാസ് വിട്ടയക്കുക. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7 ആക്രമണത്തിനിടെ നഹാൽ ഓസിലെ സൈനിക നിരീക്ഷണ താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നവരാണ് ഈ 4 വനിതാ സൈനികരും. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഹമാസ് കൈമാറിയ വനിതാ സൈനികർ ഇപ്പോഴും അവരുടെ തടവറയിലെ ജീവിതത്തിന്റെ നടുക്കത്തിലാണ്. ഒപ്പം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും ചെറുതല്ല. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ട ഇസ്രയേലുകാരായ ബന്ദികളും തങ്ങളുടെ തടവറയിൽ ഞെട്ടിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. 15 മാസവും ഗാസയിലെ ടണലുകളിൽ മാറി മാറി പാർപ്പിച്ച ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. എമിലി ഡമാരി, റോമി ഗോനൈൻ, ഡൊറോൺ സ്റ്റീൻബെക്കർ എന്നീ 3 വനിതാ ബന്ദികളാണ് തങ്ങളുടെ ദുരിത ജീവിതം പുറത്തു വന്നതിന് ശേഷം പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബന്ദികളെ കൈമാറാനുള്ള ഉടമ്പടിയുടെ ഭാഗമായി ഹമാസ് ഭീകരർ ഇവരെ റെഡ് ക്രോസിന് കൈമാറിയത്. ഗാസയിലേക്ക് തങ്ങളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം അങ്ങേയറ്റം അക്രമാസക്തരായിരുന്നു എന്നും കൊല്ലുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നതായി ഇവർ പറയുന്നു. AK-47 തോക്കുകളും ഹമാസിന്റെ കൊടിയും പിടിച്ച് നിരവധി പേരാണ് അവിടെ തടിച്ചുകൂടിയത്. ഹമാസ് പ്രവർത്തകർ പലരും മുഖം മൂടി ധരിച്ചായിരുന്നു അവിടെ എത്തിയത്. ഇപ്പോൾ ഒരുമിച്ച് മോചിപ്പിച്ച 3 ബന്ദികളെയും 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അവർ ബന്ദികളാക്കി പാർപ്പിച്ചിരുന്നത്. ഇവരിൽ പലരും പകൽ വെളിച്ചം കണ്ടത് വളരെ അപൂർവമായിട്ടാണ് അത്രേ. കാരണം ഇവർ ഭൂരിഭാഗം സമയവും കഴിഞ്ഞിരുന്നത് ഭൂഗർഭ തുരങ്കങ്ങളിലാണ്. ചില അവസരങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിക്കുമായിരുന്നു. എമിലി ഡമാരിക്ക് തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ പരിക്കേറ്റിരുന്നു. പാരാമെഡിക്കൽ ജീവനക്കാരിയായിരുന്ന റോമി ഈ അവസരങ്ങളിൽ അവരുടെ മുറിവുകൾ വെച്ചുകെട്ടാനും മറ്റും സഹായിക്കുമായിരുന്നു അത്രേ. കയ്യിൽ വെടിയേറ്റ എമിലിയുടെ 2 വിരലുകളും നഷ്ടപ്പെട്ടിരുന്നു. കാലിനും ഇവർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു. ബന്ദികൾക്ക് രോഗവും മറ്റും ഉണ്ടാകുമ്പോൾ ആവശ്യമുള്ള വൈദ്യസഹായം പോലും ഭീകരർ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. കൂടാതെ അനസ്തീഷ്യ നൽകാതെ ഒരു ബന്ദിയെ അവർ കൊണ്ടുവന്ന ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയ ക്രൂര അനുഭവവും ബന്ദികൾ വെളിപ്പെടുത്തി. വല്ലപ്പോഴും മാത്രം തങ്ങൾക്ക് TV കാണാൻ അനുവാദമുണ്ടായിരുന്നു, റേഡിയോ കേൾക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നും അങ്ങനെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിൽ നടക്കുന്ന പോരാട്ടങ്ങൾ മനസ്സിലാക്കിയത് എന്നും അവർ പറയുന്നു. തങ്ങളെ മോചിപ്പിക്കുന്നതായി തീവ്രവാദികൾ അറിയിച്ചത് ഞായറാഴ്ച രാവിലെ മാത്രമായിരുന്നു എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. മോചിപ്പിക്കപ്പെട്ട നിമിഷത്തിലും ഇവരുടെ മുഖത്ത് ഭീതിയുള്ളതായിട്ട് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഗാസയിലെ കാഴ്ചകൾ മറ്റു ചിലതാണ്. മുഖം മറച്ച് വെളുത്ത കാറിൽ ഹമാസ് പതാകയും തോക്കുകളുമായി ഗാസയിലൂടെ നീങ്ങുന്ന ഹമാസിനെയാണ് വെടിനിർത്തലിന് ശേഷം കാണാൻ സാധിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കപ്പുറം യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നാണ് ഗാസയിലെ കാഴ്ചകളെന്ന് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. 15 മാസത്തെ യുദ്ധം ഹമാസിനെ തകർത്താൻ സാധിച്ചില്ല എന്ന പരോക്ഷ സന്ദേശമാണ് ഹമാസ് ആദ്യ ദിവസം നൽകിയത്. ഞായറാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിനായതിനു പിന്നാലെ ഗാസയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്ന് കാണിക്കാനുള്ള അധിക ജോലിയിലാണ് ഹമാസ് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ നേതൃത്വം മുഴുവനും നഷ്ടമായിട്ടുണ്ട് എങ്കിലും അതിന്റെ ക്ഷീണം പുറത്തു കാണിക്കാതെയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെ പ്രവർത്തനം. വെടിനിർത്തലിന്റെ ആദ്യ ദിനം 10-ലധികം ഹമാസുകാരാണ് ഗാസ സിറ്റിയിലെ സരയ സ്ക്വയറിൽ ബന്ദികളെ കൈമാറാൻ എത്തിയത്. തകരാറുകൾ ഒന്നുമില്ലാത്ത കാർ ഓടിച്ച് വൃത്തിയുള്ള യൂണിഫോമിലാണ് ഹമാസ് സൈനിക വിഭാഗം ഇവിടെ എത്തിയതത്രേ. വെടിനിർത്തലിന് ശേഷം ഹമാസ് സർക്കാർ നിയമപാലനത്തിൽ കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് ഗാസയിലെ താമസക്കാർ പറയുന്നു. പോലീസ് സേനയെ നഗരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്, എയ്ഡ് ട്രക്കുകൾ സംരക്ഷിക്കുന്നതിലൊക്കെ ഹമാസിന്റെ ഇടപെടലുണ്ട്. യുദ്ധത്തിനിടെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനത്തിനിടയിലും ഹമാസിന്റെ തിരിച്ചുവരവ് ഗാസയിലെ ജനങ്ങൾക്ക് പോലും അപ്രതീക്ഷിതമാണ്. യുദ്ധത്തിനിടെ കൂട്ടർ എവിടെയായിരുന്നു എന്നാണ് മുഹമ്മദ് എന്നൊരാൾ ചോദിക്കുന്നത്. അതേസമയം ഹമാസിന്റെ സൈനിക വിഭാഗത്തെയും സർക്കാരിനെയും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഏകദേശം 100ഓളം ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത്. 30 ബന്ദികളെ വരും ആഴ്ചകളിൽ മോചിപ്പിച്ച ശേഷം യുദ്ധം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഹമാസിനെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്ന മുതിർന്ന ഉദ്യോഗസ്ഥരും പറയുന്നു. എന്തായാലും ഗാസയിൽ തൽക്കാലം സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ.